ഹലോ ഡിയേഴ്സ് പവിത്രം പുത്തൻ പ്രൊമോ നമ്മളെയൊക്കെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് അച്ഛനും മകനും എങ്ങനെയായിരുന്നു പണ്ട് എങ്ങനെ ഇങ്ങനെയായി എന്നുള്ള ഒരു കഥ പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആ ഒരു പ്രൊമോ തന്നെയാണ് ട്ടോ നമുക്ക് പുതിയതായിട്ട് കാണുവാൻ സാധിച്ചത്. അതിൽ നമ്മൾക്ക് ശരിക്കും കാണുമ്പോൾ നമ്മുടെ കിരീടത്തിലെ സേതുമാധവനും അച്ഛനെയും നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും കേട്ടോ. നമ്മുടെ സേതുമാധവനും അച്ഛനും ഇതേപോലെ തന്നെ ഭയങ്കര കൂട്ടായിരുന്നു. ഒരു സാഹചര്യം വരുമ്പോൾ അച്ഛന് വേണ്ടി തന്റെ മകൻ ഒരു ഗുണ്ടയായി മാറുന്ന ഒരവസ്ഥ അതുപോലെ തന്നെയാണ് സെയിം കഥ തന്നെയാട്ടോ നമ്മുടെ പവിത്രത്തിലും സംഭവിക്കുന്നത്. അച്ഛനും മകനും ഭയങ്കര കൂട്ടായിരുന്നു. മകനിൽ അച്ഛന് ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. ഭയങ്കര പഠിക്കുന്ന മകൻ. അങ്ങനെ അച്ഛന്റെ സ്വപ്നം സാഫല്യമാകാൻ വേണ്ടി ജീവിക്കുന്ന ഒരു മകൻ തന്നെയായിരുന്നു. ഒരിക്കലും നമ്മുടെ കോളേജിൽ ഒരു അടിപിടി നടക്കുന്നുണ്ട്. അതിലെ വിക്രം എങ്ങനെയൊക്കെയോ ആയി പോകുന്നുണ്ട് ആ ഒരു അടിയില്. ശേഷം ആ ഒരു അടിയുടെ ബാക്കിയില് നമ്മുടെ അച്ഛനെ ഇടിച്ച് ഒരു പരുവമാക്കാൻ വേണ്ടി ഗുണ്ടകൾ വീട്ടിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ വിക്രത്തിനെയും അവര് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛനെയും മകനെയും ഇടിച്ച് തകർക്കാൻ വേണ്ടി അവർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോ വിക്രത്തിനെ ഇടിക്കുന്ന ഗുണ്ടകളെ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന അച്ഛന്റെ തലക്കിട്ട് ഒരു ഗുണ്ട നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛനെ അടിച്ചല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആ ഗുണ്ടയെ നമ്മുടെ വിക്രം കേറി അടിച്ച് പെരുമാറി ഇല്ലാതാക്കുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതിന്റെ പേരിൽ കോളേജിൽ നിന്ന് നമ്മുടെ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നിമിഷങ്ങളോട്ടോ. അപ്പൊ അതിന് സ്വന്തം അച്ഛൻ തന്നെയാട്ടോ സാക്ഷി പറയുന്നത്. ഇവനാണ് ആ ഗുണ്ടയെ അടിച്ചില്ലാതാക്കിയത് എന്ന് സ്വന്തം അച്ഛൻ തന്നെയാട്ടോ നമ്മുടെ വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞിട്ട് വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി 7 വർഷം നമ്മുടെ വിക്രം ആ ഒരു ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഥയാട്ടോ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചതേ. എന്തായാലും നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു കഥ തന്നെയാട്ടോ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.